ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടാ. കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. അന്നേരം ഒന്നും പ്ലാനൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വ്ളോഗിൻ്റെ അകത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക ഗൈസ്. പിന്നെ എൻ്റെ ലുക്ക് കണ്ടിട്ട് നിങ്ങളാരും ഞെട്ടണ്ട, ഇതുവരെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇന്നലെ നൈറ്റ് ഇന്നലെ ഫുള്ള് സിനിമ കണ്ടു. ഡെയിലി വ്ളോഗ്സ് വേണോ അല്ല ഹോം ടൂർ വേണോ, അങ്ങനെ ഏത് ടൈപ്പ് ആണെങ്കിലും എൻ്റെ അടുത്ത് പറയാം, കമൻ്റ് ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആ ടൈപ്പിലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള അതും പറയണം. നല്ല മഴ കിട്ടില്ലേ, നല്ല ചാറ്റിൽ മഴ. ഇതാണ് നമ്മളെ മൈക്ര. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. പൊറോട്ടയും പുളക്കറിയും, നമ്മളെ കേരളത്തിൻ്റെ പ്രത്യേക വിഭവം. ഇതിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഫുഡ് തിന്ന് തീർന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് സ്വിഫ്റ്റിൻ്റെ ബാക്കാണല്ലോ അങ്ങനെ കാണി. ഇതാണ് അടുത്ത കക്ഷി. ഇത് നമ്മളെ സ്പ്ലെൻഡറിൻ്റെ സെയിം സാധനമാണ് ഗൈസ്. നമ്മൾ സെയിം വർക്കാണ് പറയുന്നത്. നമ്മളെ സ്പ്ലെൻഡർ ഞാൻ കാണിച്ചു തരാം, നമ്മളെ വണ്ടി കാണിച്ചു തരാം ഗൈസ്. ഇതാണ് കേട്ടോ നമ്മളെ വണ്ടീൻ്റെ ഓരോ. ഇത് 3.5 ഇഞ്ച് ഹൈറ്റാണ്. പക്ഷെ വണ്ടി ഡിസ്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സെറ്റ് കണ്ട, സെറ്റ് ഫുള്ള് ചെയ്തുകൊണ്ട് വണ്ടിക്ക് എത്ര ഹൈറ്റ് തോന്നാത്ത. ഇതതിന് വേറെ ഇന്നർ ബോൾട്ടിൽ ഹൈറ്റ് ചെയ്ത വണ്ടിയാണ്. ഇതിപ്പോൾ 3.5 കയറ്റിയ സെയിം ഹൈറ്റിട്ടാണ്, പക്ഷേ ഹൈറ്റ് കൂടുതലാണ്. രണ്ടും വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാ വ്യത്യാസം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കണ്ടാൽ മനസ്സിലാവുന്ന തോന്നുന്നില്ല. കണ്ടോ, ഇതിൻ്റെ ഇവിടെ നോക്കിയാൽ മതി, ഈ സൈസ് കണ്ടോ. ഇതിൻ്റെ കുറച്ച് ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്, ഇതിൻ്റെ കുറച്ച് ലോ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസും സെറ്റ് ചെയ്യാണ്ട്, ഇതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ എഞ്ചിൻ പണി എടുത്ത എഞ്ചിൻ സൈഡിൽ നിന്ന് ചെറിയൊരു നോയ്സ് ഉണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യാണ്ട്. ഇവിടെ ചെറിയൊരു അടി വരുന്നുണ്ട്, അതും ഒന്ന് നോക്കണം. പിന്നെ ഈ ബ്രേക്കിൻ്റെ ഇവിടെ ലോക്ക് പിടിച്ചേമേൽ ബ്ലോക്കായി പോകുന്നുണ്ട്, ബ്രേക്ക് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഉച്ചയായി നമ്മളത് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. നമ്മളിതാ പോയിൻ്റ് അടുത്തുള്ള കുറച്ച് ഷൂട്ടിന് വന്നാൽ നമ്മളെ വണ്ടിയും കൊണ്ട്. ഇതാ വണ്ടി ചേതക്കിൻ്റെ അതുമ്പോൾ എടുക്കാം. ഞാൻ ലൊക്കേഷൻ വേണം. നിഷാന് ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തേ. ഇത് നമ്മളെ അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ഹെഡ് ഊരി ഒന്ന് നോക്കിയതാണ്, പക്ഷേ അതിൻ്റെ വയറിംഗ് ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ഒന്നും അല്ല. അപ്പം ഫുള്ള് നമ്മൾ ഊരിയിട്ടാണ് വർക്ക്ഷോപ്പിൽ നിന്ന്. തൽക്കാലത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കണതിൽ നമുക്ക് കുറച്ച് നോക്കി ചെയ്യണം, പെട്ടെന്ന് ടൈമില്ല. ബോൾഡേസറിന് ചെറിയ അടിയുണ്ട്, പിന്നെ അതിനൊരു പിടുത്തമുണ്ട് ബ്രേക്കിന്, അതേ ഉള്ളൂ. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇത് ജസ്റ്റ് ഒരു ചെറിയ മെയിൻ്റെനൻസ് ആണ്. നമ്മൾ എന്താ പറയുക, വണ്ടി കറക്റ്റ് ടൈമിൽ പണി എടുത്തില്ലെങ്കിൽ ലാസ്റ്റ് നമ്മളെ തലയ്ക്ക് തന്നെ പണി കിട്ടും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ ആ ടൈമിൽ തന്നെ മാറ്റണം. അതിനെ കൊണ്ടാണ് സ്പ്ലെൻഡർ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പണി കിട്ടും, കാരണം പഴക്കത്തിൻ്റെ. നമ്മളതിനനുസരിച്ച് വണ്ടീൻ്റെ പ്രശ്നങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കൂള് വണ്ടിയാണ്, സ്പ്ലെൻഡറിൻ്റെ അത്ര കൂള് വണ്ടി വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പണി നമ്മൾ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നല്ല പണി വരും. എന്തൊക്കെ പറഞ്ഞാലും വേണ്ടി ഒരു വികാരം തന്നെയാണ്. ഉണ്ടോ, സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, വേറൊരു മൂടാ ഉണ്ടോ, വേറെ ഫീലാ. ഈവനിങ് ആയി, ഇപ്പോഴും മഴ നിന്നിട്ടില്ല, മഴയാ. എന്താ പറഞ്ഞൂടെ, ഇന്ന് തീരെ പുറത്ത് പോയില്ല. ആകെ ബൈക്കുമെല്ലാം വന്നപ്പോൾ പോയതാണ്, അല്ലാണ്ട് ഇന്ന് പുറത്ത് പോയില്ല. അല്ലാണ്ട് തീരെ വീട്ടിലിരിക്കാൻ പറ്റുന്ന ടൈമില്ല. അല്ല എന്താ പറഞ്ഞൂടാ, ഇന്നെങ്ങനെ വീട്ടിലിരുന്നത് ദൈവത്തിന് അറിയാം. കുറേ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ചാർജ് ഇട്ടായിരുന്നു. കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയിലാണ് ഗൈസ്. നല്ല ക്ഷീണമുണ്ട്, നല്ല വിശപ്പ്. ഇതിലെടുത്ത് തിന്നട്ടെ, ബിസ്ക്കറ്റ് തിന്നാ. മഴ ആയതുകൊണ്ട് നമുക്ക് വ്ളോഗും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോൻ്റെ അകത്ത് ഹോം ടൂർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മളെ വീഡിയോ എത്രയേ ഉള്ളതിനും. അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ നമ്മൾ വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ പോകണം ഗൈസ്. ഓക്കെ ബൈ.